രാവിലെ കുളിച്ച് കുട്ടപ്പനായി താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നിങ്ങളായിരിക്കും ഇവനെന്താ കാപ്പി പിടിക്കാൻ പോകുന്നത്. അല്ല, ഈ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക്. ഈ യാത്രയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം മീറ്റിയോർ 350 എന്ന് പറയുന്ന ക്രൂസർ ബൈക്കാണ്. ഈ ടാങ്ക് കണ്ടാൽ അറിയാമല്ലോ, ഇത് ഫയർബോൾ ഗ്രീൻ എഡിഷൻ ആയിരുന്നു. സേഫ്റ്റിക്കാണെങ്കിൽ 1.5 കിലോ വെയിറ്റുള്ള ഹെൽമെറ്റും റൈഡിങ് ഗിയറും ഒക്കെ ഇട്ട് കറുത്ത കുപ്പായിട്ട് ബഹിരാകാശത്ത് പോകുന്ന പോലെ ഞാൻ ഇറങ്ങിയത്. ലഗേജ് ആണെങ്കിൽ ഒരു ട്രോളി ബാഗ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ബാഗ് സാഡിൽ സ്റ്റേ പോലെ സെറ്റാക്കി, പിന്നെ വെള്ളക്കുപ്പി ആണെങ്കിൽ ബോട്ടിൽ ഹോൾഡറും വെച്ചു. പിന്നെ യാത്ര പൊളിയായിരുന്നോ, വണ്ടി കംഫർട്ടബിൾ ആയിരുന്നോ, റൂട്ട് തിരക്കേടുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? ഇപ്പം പറയാം. 737 കിലോമീറ്റർ കവർ ചെയ്ത 2 ദിവസം ട്രിപ്പായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ പോയി പണിയും തീർത്ത് തിരിച്ച് ബാംഗ്ലൂരേക്ക്. പാട്ടും പാടി വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും വൺ സൈഡ് ഏതാണ്ട് 8 മണിക്കൂർ എടുത്തു. എൻഫീൽഡ് അങ്ങോട്ട് ഓണാക്കി കുടുകുട് സൗണ്ട് കേട്ട എൻ്റെ പൊന്ന സാറേ, ചുറ്റുമുള്ളതൊന്നും കേൾക്കില്ല. ഇനി എന്നാൽ നമുക്ക് വഴിയിലത്തെ വിശേഷങ്ങൾ പറയാം. ബാംഗ്ലൂരിൻ്റെ തെക്കേ സൈഡിൽ നിന്ന് എക്സിറ്റായി കൃഷ്ണഗിരി റൂട്ടുണ്ട്, അതല്ല എടുത്തത്. പകരം ബാംഗ്ലൂരിൻ്റെ കിഴക്കേ സൈഡിൽ നിന്ന് എക്സിറ്റാണ് വെല്ലൂർ ചിറ്റൂർ റോഡ്, അത് ഞാനങ്ങ് പിടിച്ചു. വെല്ലൂർ വരെ റോഡ് പണിയും വലിയ തലവേനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ റോഡ് എടുത്തത്. റോഡിനെ പറ്റി പറയാനാണെങ്കിൽ വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ നല്ല സമാധാനമായിട്ട് സ്റ്റേബിൾ കംഫർട്ടബിൾ റൈഡിനെ പറ്റിയ ഒരു ഹൈവേ ആയിരുന്നു അങ്ങനെ പരന്ന് കിടക്കുന്നത്. വലിയ ട്രാഫിക്കും ഇല്ല. മനസ്സിനെ നല്ല പോസിറ്റീവ് ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്ന നല്ല സീനിക് റൂട്ടും പിന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതരം ടെറൈന് ഈ റൂട്ടിൽ എനിക്ക് കിട്ടി. ഇനി വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ മീറ്റിയോർ 350, അതായത് 350cc എഞ്ചിനുണ്ട്. പക്ഷേ സ്പെക്ക് കാണുമ്പോൾ കൺഫ്യൂസ് ആകും, കാരണം ടോർക്കും പവറും പോരെന്ന് തോന്നും. ഇതൊന്നും നോക്കാതെ റോഡിലോട്ട് വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റോഡ്സിന് അത് ട്രാഫിക് ആയാലും ഹൈവേ ആയാലും ഒരു പ്രാക്ടിക്കൽ പെർഫോമൻസ് ഈ പവർ നമുക്ക് തരും. അതുകൊണ്ട് ഇവനെ മറ്റ് സ്പോർട്സ് ബൈക്കോ ADV ആയിട്ടോ വെറുതെ പവർ വെച്ച് കമ്പയർ ചെയ്യല്ലേ. ഒരു കാര്യം മറക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇതിന് സ്റ്റോക്ക് സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. അത് ഏത് സെറ്റിംഗ് വെച്ചാലും നൈട്രോ സസ്പെൻഷൻ മാറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, 190 kg വെയിറ്റ് ഉണ്ടെങ്കിലും ഇവൻ ട്രാഫിക്കിൽ അജയിലുമാണ്, ഹൈവേയിൽ നല്ല ഇരുത്തമുണ്ട്, പിന്നെ നല്ല റോഡ് പ്രസൻസാണ് വണ്ടിക്ക്. ഇനി വണ്ടിയെ വിട്ട് ഒരു ടോപ്പിക്ക്, നമ്മുടെ കാര്യം. ലോങ് റൂട്ട് വരുമ്പോൾ മര്യാദയ്ക്ക് നമുക്കും വണ്ടിക്കും അത്യാവശ്യം വേണ്ട ബ്രേക്കും റെസ്റ്റും കൊടുക്കുക. ഇനി രാത്രി യാത്രാ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നല്ല ഹൈവേ മാത്രമല്ല, വെട്ടവും ആളനക്കമില്ലാത്ത കുറേ സ്ഥലവും അതുപോലെ തന്നെ ഡീവിയേഷൻസും രാത്രി ഉണ്ടാവും. അതുകൊണ്ട് രാത്രി യാത്രയ്ക്ക് അതിൻ്റെതായ റിസ്ക്കും ത്രില്ലും ഉണ്ട്. അത് പറഞ്ഞപ്പോഴേ രാത്രി വണ്ടിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. സ്റ്റോക്കായിട്ട് വരുന്ന 55 വാട്ടിൻ്റെ ഹാലജൻ ലാമ്പ് ഹൈവേയിൽ ഒരു കാശിനും കൊള്ളത്തില്ല. ഞാനാണെങ്കിൽ 30 വാട്ടിൻ്റെ ഒരു LED ലാമ്പായിട്ട് സ്വാപ്പ് ചെയ്തിരുന്നു. നിങ്ങൾ വാങ്ങുമ്പോൾ വാറണ്ടിയുള്ള ലാമ്പ് വാങ്ങുക, പറ്റുമെങ്കിൽ കടയിൽ ഇലുമിനേഷൻ ചെക്ക് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വണ്ടിയുടെ വയർ കട്ട് ചെയ്യാതെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി യാത്രാസുഖത്തിന് വണ്ടിയിലുള്ള കിസ്മത്ത് പണി അല്ലാതെ നമ്മുടെ ശരീരം ട്യൂൺ ചെയ്യണം. കോർ സ്ട്രെങ്ത് എക്സസൈസ് വളരെ നല്ലതാണ്. സ്റ്റോക്കായിട്ട് വരുന്ന സീറ്റ് ലോങ് റൂട്ടിന് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ടൂറിംഗ് സീറ്റ് നല്ലൊരു ഓപ്ഷനാണ്. റോയൽ എൻഫീൽഡ് അവൈലബിൾ ആണ്. പക്ഷേ ഞാനാണെങ്കിൽ പുറത്ത് എൻ്റെ ലോവർ ബാക്ക് പ്രൊഫൈൽ അനുസരിച്ച് കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം പറഞ്ഞ മുഴുവൻ എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ വണ്ടി വളരെ കംഫർട്ടബിളാണ്, സ്റ്റേബിളാണ്, സേഫാണ്. എന്നാൽ ട്രാഫിക്കിനകത്ത് അജിലിറ്റി ഉണ്ട്, നല്ല റോഡ് പ്രസൻസും ഉണ്ട്. പിന്നെ നമ്മുടെ എൻഫീൽഡിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, ആ ഒരു തം നോയ്സ് അതുമുണ്ട്. എൻ്റെ ഈ ചെറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഷെയർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടോ. എന്നെക്കൊണ്ട് കഴിയാവുന്ന ഇതുപോലത്തെ കണ്ടൻറ്റ് ഞാൻ ഇനിയും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം കാണാം.